നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനം ആര് ഭരിക്കുമെന്നറിയാൻ മണിക്കൂറുകൾ ബാക്കി. നെഞ്ചിടിപ്പോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും. 140 കേന്ദ്രങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ. 8:30 ആദ്യ ഫല സൂചനകൾ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. വോട്ടെണ്ണലിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സർവ്വസജ്ജമായി അമൃത വാർത്തകളും. സംസ്ഥാനത്ത് അനുകൂല തരംഗമെന്നും സീറ്റുകൾ 100 കടക്കുമെന്നും UDF. ഭരണ തുടർച്ചയെന്ന് LDF. നിർണായക ശക്തിയാകുമെന്ന് NDA. VD സതീശനായി വീണ്ടും ഫ്ലക്സ്. തൊടുപുഴയിലും തൃക്കാക്കരയിലും നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങളെന്ന് പോസ്റ്റർ. ഹരിപ്പാട് കരുവാറ്റയിൽ VD സതീശന് അഭിവാദ്യമർപ്പിച്ച് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചു. തമിഴ്നാട്, ബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും നാളെ വോട്ടെണ്ണൽ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ബംഗാൾ കനത്ത സുരക്ഷാ വലയത്തിൽ. തമിഴ്നാട്ടിൽ കരുതൽ നീക്കവുമായി TVK. ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ റിസോർട്ടിലേക്ക് മാറ്റാൻ തയ്യാറെടുത്ത് വിജയ്. മഹാബലിപുരത്തെ 100-ലേറെ റൂമുകൾ ബുക്ക് ചെയ്തുവെന്ന് റിപ്പോർട്ട്. എക്സിറ്റ് പോൾ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നേരിയ ഭൂരിപക്ഷത്തിൽ LDF 3-ാം തവണയും തിരിച്ചുവരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പോരായ്മകളെന്നും എന്നാൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകണമെന്നും വെള്ളാപ്പള്ളി. കോൺഗ്രസിൽ ഇപ്പോഴേ കൂട്ടയടിയെന്നും പാണക്കാടാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എന്നും വെള്ളാപ്പള്ളി നടേശൻ. സസ്പെൻഷനിൽ കഴിയുന്ന കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിന് വീണ്ടും സസ്പെൻഷൻ. നടപടി സർക്കാരിനെതിരെ അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്. പശ്ചിമേഷ്യയിൽ ഇറാൻ US സമാധാന ശ്രമങ്ങൾ പാളുന്നു. ഇറാൻ അപമര്യാദയായി പെരുമാറിയാൽ വീണ്ടും ആക്രമിക്കുമെന്ന് ട്രംപ്. അമേരിക്കയുടെ ഏത് സാഹസികതയെയും വിഡ്ഢിത്തത്തെയും നേരിടാൻ തയ്യാറെന്ന് ഇറാൻ. എണ്ണവില വർധനവിന്റെയും ഇടക്കാല തിരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് മേൽ സമ്മർദ്ദം. ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യൻ എണ്ണ ടാങ്കർ. സംസ്ഥാനം വോട്ടെണ്ണലിന് സജ്ജമാണ്. 43 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ആകെ 79.7% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചു. ഓരോ റൗണ്ട് പൂർത്തിയാകുമ്പോഴും കണക്കുകൾ ലഭ്യമാക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ സംസ്ഥാനം ആര് ഭരിക്കുമെന്നറിയാൻ. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇനി മണിക്കൂറുകൾ, ആകാംക്ഷയുടെ നെഞ്ചിടിപ്പിന്റെയൊക്കെയുള്ള മണിക്കൂറുകളിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്. നാളെ രാവിലെ 8 മണിയോട് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളൊക്കെ തന്നെ സുസജ്ജമായിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചു. എല്ലാ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും ഒരുക്കുകയും പൂർണ്ണമായിരിക്കുകയാണ്. 43 വോട്ടിംഗ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ 32,000-ലധികം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ അത് പൂർണ്ണ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞു, സജ്ജമായിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. മാത്രമല്ല പോളിംഗ് ശതമാനം, ഈ സർവീസ് ബാലറ്റ് വോട്ടുകളുടെ കൂടി കണക്കുകൾ പരിശോധിച്ച് 79.70% എന്ന രീതിയിലേക്ക് പോളിംഗ് ശതമാനവും നേരിയ രീതിയിൽ ഉയർന്നിട്ടൊക്കെയുണ്ട്. പോസ്റ്റിംഗ് ബാലറ്റുകളായിരിക്കും ആദ്യ രീതിയിൽ എണ്ണുക. 8:15 തന്നെ ഒരു ഫലസൂചനകളൊക്കെ അറിയാൻ കഴിയുമെന്ന് തന്നെ അത് പ്രതീക്ഷിക്കുന്നു. എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കമായിരിക്കുകയാണ്. ഇനി ജില്ലകളിലെ മുന്നണികളുടെയൊക്കെ പ്രതീക്ഷകളിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും വലിയ രീതിയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ആത്മവിശ്വാസം ഒട്ടും തന്നെ കൈവിടുന്നില്ല ഇടതുമുന്നണിക്ക്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് AK സെന്ററിലാണ്. AK സെന്ററിൽ ഭരണ തുടർച്ച തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എക്സിറ്റ് പോളുകളൊക്കെ അവർ പൂർണ്ണമായി തള്ളുകയാണ്. അതിനകത്ത് സർക്കാരിന്റെ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഭരിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് ഒക്കെ ആണെങ്കിൽ നേതാക്കന്മാരൊക്കെ തന്നെയും ഇന്ന് രാത്രിയോടുകൂടി എല്ലാ നേതാക്കന്മാരും തലസ്ഥാനത്ത് എത്തുന്നു എന്നാണ്. VD സതീശനും വൈകിട്ടോടുകൂടി തന്നെ കന്റോൺമെന്റ് ഹൗസിലെത്തുന്നു. അത് സ്വാഭാവികം അദ്ദേഹത്തിന്റെ മണ്ഡലമായ പറവൂരിൽ നിൽക്കുന്നില്ല. കാരണം അത്രയേറെ പ്രതീക്ഷയാണ്. അദ്ദേഹം ഇന്ന് വൈകിട്ടോടുകൂടി കന്റോൺമെന്റ് ഹൗസിലെത്തുന്നു. കന്റോൺമെന്റിൽ നിന്ന് തന്നെയാണ് നാളെ റിസൾട്ടൊക്കെ അദ്ദേഹം കാണാൻ പോകുന്നത്. അതിനുശേഷം വൈകിട്ടോടുകൂടി അദ്ദേഹം പറവൂരിലേക്ക് പോകുമെന്ന് പറയുന്നു. ഒപ്പം സണ്ണി ജോസഫ് ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹവും എത്തുന്നു. കണ്ണൂരിൽ അദ്ദേഹവും ഉണ്ടാവുകയില്ല. ഒപ്പം തന്നെ KC വേണുഗോപാൽ ഇന്ന് രാത്രിയോടെ തലസ്ഥാനത്തെത്തുന്നു. ശശി തരൂർ എത്തുന്നു. അങ്ങനെ രമേശ് ചെന്നിത്തല നാളെ രാവിലെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം തീരുമാനം മാറ്റി ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹവും തലസ്ഥാനത്തെത്തുമോ എന്ന് അറിയില്ല. എന്തായാലും മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിലെ സ്ഥിരാകേന്ദ്ര ഭരണത്തെ നിയന്ത്രിക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഇന്ന് രാത്രിയോടുകൂടി തലസ്ഥാനത്തെത്തുന്നു. അവർ 100%, 101% എന്ന രീതിയിലേക്കൊക്കെയാണ് അവരുടെ പ്രതീക്ഷകൾക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും സുസജ്ജമായിരിക്കുകയാണ്. അവർ മാത്രമല്ല സർക്കാർ രൂപീകരിച്ചതിന് ശേഷമുള്ള
ദിവസങ്ങളിലെ മീറ്റിങ്ങുകൾ വരെ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ റിസൾട്ട് അറിയുന്നു, മറ്റന്നാൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം, അതിനുശേഷം തൊട്ടടുത്തുള്ള ദിവസം ഘടകകക്ഷികളുടെ യോഗം, അതിനുശേഷം 7-ാം തീയതി നേതാക്കൾ ഡൽഹിക്ക് പോകുന്നു, അവിടെ വെച്ച് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു, തിരിച്ചു വരുന്നു, പിറ്റേ ദിവസം സത്യപ്രതിജ്ഞ തീയതി തീരുമാനിക്കുന്നു. ഈ രീതിയിൽ അവർക്ക് തീയതികൾ വരെ ക്രമീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത്രയേറെ ആത്മവിശ്വാസത്വം. മറുഭാഗത്ത് NDAക്കും വലിയ രീതിയിലാണ് ആത്മവിശ്വാസം. NDA ക്യാമ്പോൾ മുന്നണിയെ നയിച്ച രാജീവ് ചന്ദ്രശേഖർ മാരാർജി ഭവനിലുണ്ടാകുന്നു, വി മുരളീധരൻ മാരാർജി ഭവനിലുണ്ടാകുന്നു. അങ്ങനെ നേതാക്കന്മാരൊക്കെ തന്നെ മാരാർജി ഭവൻ കേന്ദ്രീകരിച്ചു നിൽക്കുന്നു. അതിനുശേഷം ഇവരുടെ എത്രത്തോളമാണ് ഇവരുടെ സീറ്റ് അക്കൗണ്ട് റീഓപ്പൺ ചെയ്യുമെന്ന കാര്യത്തിൽ എക്സിറ്റ് പോളുകൾ പറഞ്ഞു. അതൊക്കെ തന്നെ ഒരു കാര്യത്തിലും തർക്കമില്ല, സംശയമില്ല എന്നവർ പറയുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ. ശരി, തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണികൾ. UDF ആകട്ടെ ഒരു പടി കൂടി കടന്നിരിക്കുന്നു. തീയതികൾ ഉൾപ്പെടെ നിശ്ചയിച്ചാണ് UDF വലിയ പ്രതീക്ഷയിൽ നാളത്തെ ഒരു വോട്ടെണ്ണൽ കാത്തിരിക്കുന്നത്. അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. KK പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, മധ്യകേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ 3 മുന്നണികളും വച്ചു പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് UDF ആണെങ്കിൽ കൂടി വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. NDAയ്ക്കുണ്ട് പ്രതീക്ഷ. എങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം? പൊതുവെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മധ്യകേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ LDFന് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് LDF ഭരണ തുടർച്ച നേടുകയൊക്കെ ചെയ്തത്. ഇത്തവണയും അത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം 55 സീറ്റുകളിൽ 31 കഴിഞ്ഞ തവണ LDF ജയിച്ചു കയറിയതാണ്. 24ലേക്ക് UDF മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തവണയും സമാനമായ രീതിയിൽ തന്നെ നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് LDF കരുതുന്നത്. പക്ഷേ അവരുടെ താഴെത്തട്ടിലുള്ള കണക്കുകൾ അത്ര നല്ല രീതിയിൽ തന്നെയല്ല വന്നിട്ടുള്ളതെന്ന് പ്രധാനപ്പെട്ട കാര്യം തന്നെ. UDFനെ സംബന്ധിച്ച് എറണാകുളം ഉൾപ്പെടുന്ന മധ്യകേരളത്തിൽ അതിശക്തമായ പോരാട്ടം നടത്തുകയും അതിലൂടെ നേട്ടമുണ്ടാക്കുകയും ചെയ്താൽ ഭരണം മാറി തങ്ങൾക്ക് ഭരണം പിടിക്കാമെന്ന് തന്നെ അവർ കണക്കുകൂട്ടുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം തന്നെ BJP കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തിയ ഒരു സ്ഥലമാണ് മധ്യകേരളം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. കാരണം എറണാകുളത്ത് 2020യുടെ സാന്നിധ്യം അത് വോട്ടാക്കി മാറ്റാൻ 2020ക്ക് കൂടുതൽ സീറ്റുകൾ നൽകുകയും സുപ്രധാന മണ്ഡലങ്ങളിൽ പോലും അവർ 2020ക്ക് സ്ഥാനാർത്ഥി നൽകുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ പാലക്കാടും തൃശ്ശൂരും ഈ 2 മണ്ഡലങ്ങൾ പ്രധാനമായും BJP പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2020യുടെ പിൻബലത്തിൽ തൃക്കാക്കരയിലും അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിലും ജയിച്ചു കയറാം കുന്നത്ത് അടക്കം തന്നെ പ്രതീക്ഷ വെക്കുന്നു. ഇങ്ങനെ അതിശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷിയായതാണ് ഈ മധ്യകേരളം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ജില്ലകളിലേക്ക് വന്നാൽ തന്നെ ആലപ്പുഴയിൽ G സുധാകരന്റെ സാന്നിധ്യം കൊണ്ടാണ് ആ ജില്ല വളരെ കൂടുതൽ ശ്രദ്ധയെ ആകർഷിച്ചത്. അവിടെ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ G സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ മധ്യകേരളം നിർണായക പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. VD സതീശനെതിരെ ടൈസൺ മാസ്റ്റർ നിർത്തി കടുത്ത പോരാട്ടം LDF നടത്തിയിരിക്കുന്നു. അവിടെ സതീശന്റെ, അതായത് മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം കുറയുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ സതീശന്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ജയിക്കുമെന്ന് അവകാശപ്പെടുന്നതോടൊപ്പം തന്നെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി നടക്കുന്നില്ല എങ്കിൽ പോലും ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുമെന്ന് LDF കണക്ക് കൂട്ടുന്നുണ്ട്. മായ, തീർച്ചയായും മലബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതിന് വളരെ ആധിപത്യമുള്ള ഒരു മേഖലയാണ് മലബാറിലെ ജില്ലകളെല്ലാം തന്നെ. കോഴിക്കോട് ഉൾപ്പെടെ തീപാറുന്ന പോരാട്ടം നടന്നു കഴിഞ്ഞു. മന്ത്രിമണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അനഘ, നിലവിലെ സാഹചര്യം എങ്ങനെയാണ് മലബാറിൽ? ഒപ്പം കോഴിക്കോടാണെങ്കിൽ നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. തീർച്ചയായും മൂന്ന് മുന്നണികളിലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും മന്ത്രിമാരടക്കം മത്സരിച്ച ഒരു സാഹചര്യമാണ്. അവിടങ്ങളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നടന്നത്. ഈ മലബാർ മേഖലയിലേക്ക് വരികയാണെങ്കിൽ എന്നും ഇടത് കോട്ടകളാണ് പലപ്പോഴും ഈ മലപ്പുറം ജില്ല ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളടക്കം തന്നെ ഇടതുപക്ഷ ഒരു കോട്ട തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും വലിയ ആത്മവിശ്വാസം, അതായത് KPCC പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫ്, CPMന്റെ മുതിർന്ന നേതാവായിട്ടുള്ള KK ശൈലജ ടീച്ചർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ മലബാർ മേഖലയിൽ നിന്ന് മത്സരിക്കുകയാണ്. ഏതായാലും വലിയ ആത്മവിശ്വാസം തന്നെയാണ്. വലിയ ഒരു രാഷ്ട്രീയ സാഹചര്യം, അതായത് മുഹമ്മദ് റിയാസിനെതിരെ അൻവർ മത്സരിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഈ ബേപ്പൂരിലടക്കം ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരടക്കം മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശശീന്ദ്രൻ അടക്കം കോഴിക്കോട് ജില്ലയിൽ വീണ്ടും ഇക്കുറി ജനവിധി തേടുകയാണ്. മഞ്ചേശ്വരം പിടിക്കാൻ ഇക്കുറി സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ NDAയും മുന്നോട്ട് വെക്കുന്നു. ഏതായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മൂന്ന് മുന്നണികളും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കി കാണുന്നത്. ഏതായാലും
ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലടക്കം തന്നെ ഇടതുപക്ഷത്തിന്റെ പല ഉരുക്കുകോട്ടകളും ഇളകിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പല പഞ്ചായത്തുകളും ഇത്തരത്തിൽ UDF പിടിച്ചെടുത്ത ഒരു സാഹചര്യവും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആ മുന്നേറ്റം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് അനുകൂലമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് UDF പങ്കുവയ്ക്കുന്നത്. എന്നാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഫലം കാണില്ല. കാരണം തങ്ങളുടെ അടിയുറച്ച സീറ്റുകളൊന്നും തന്നെ കടപുഴകി പോകില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് LDFും മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും മഞ്ചേശ്വരം അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഈ കോഴിക്കോട് നോർത്ത് സൗത്ത് ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കാൻ ആവും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് NDAയും പങ്കുവയ്ക്കുന്നത്. ശരി അനഘ. ഈ കേരളത്തിനൊപ്പം ജനവിധി കാത്തിരിക്കുകയാണ് പശ്ചിമ ബംഗാളും അസമും. എക്സിറ്റ് പോളുകൾ BJPയെ പിന്തുണയ്ക്കുമ്പോഴും 200 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവർത്തിക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ബംഗാൾ കനത്ത സുരക്ഷാ വലയത്തിലാണ്. വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, ബംഗാൾ ഇത്തവണ കാവി നിറമണിയുമോ എന്നുള്ളത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഞെട്ടിക്കുന്നതായിരുന്നു. ഒപ്പം അസമിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എങ്ങനെയാണ് അവസാന മണിക്കൂറിലേക്ക് നീങ്ങുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകളൊക്കെ? പശ്ചിമ ബംഗാളിലും അസാമിലും ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ രാവിലെ 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുന്നതെന്നാണ് രണ്ട് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. ഏറ്റവും ശ്രദ്ധാകേന്ദ്രം ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പശ്ചിമ ബംഗാളിലേക്ക് തന്നെയാണ്. ബംഗാളിന്റെ രാഷ്ട്രീയം എങ്ങോട്ട് ചായുമെന്നറിയുന്നതിനാണ് രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് വർഷങ്ങളോളമുള്ള ഇടതുഭരണം 2011 ആ ഭരണം അട്ടിമറിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും അധികാരത്തിലേറുന്നു. അവിടുന്ന് ഇങ്ങോട്ട് 3 ടേം വളരെ കൃത്യമായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിനെ ഭരിച്ചിട്ടുള്ളത്. അവിടെ BJPക്ക് ആദ്യമായി കാവിക്കൊടി ഉയർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്, ഭരണത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണ 77 സീറ്റുകൾ 294 അംഗ ബംഗാൾ നിയമസഭയിൽ 210-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് മമതാ ബാനർജി സർവാധിപത്യം കാട്ടിയപ്പോൾ 77 സീറ്റുകൾ നേടിക്കൊണ്ട് വലിയ മാജിക് ആയിരുന്നു പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയത്തിൽ BJP നടത്തിയത്. കാരണം അതിനു മുൻപ് കേവലം 4 സീറ്റുകൾ മാത്രമായിരുന്നു അവിടെ BJPക്ക് ഉണ്ടായിരുന്നത്. ആ 77-ൽ നിന്ന് കേവല ഭൂരിപക്ഷം കടന്നുകൊണ്ട് ബംഗാളിന്റെ ഭരണം പിടിക്കാൻ ഇത്തവണ BJPക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വോട്ടെടുപ്പിന്റെ സമയത്തും കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയത്തും വ്യാപകമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ബംഗാൾ ഉള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പൊതുയിടങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലുമെല്ലാം തന്നെ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ബംഗാളിന്റെ വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. ഒപ്പം ഫാൾട്ട മണ്ഡലത്തിൽ 294-ൽ 293 മണ്ഡലങ്ങളിൽ മാത്രമാണ് നാളെ വോട്ടെണ്ണൽ നടക്കുക. ഒരു മണ്ഡലത്തിലെ റീപോളിംഗ് ഈ മാസം 21-ന് വീണ്ടും നടത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അവിടെ സംഘർഷവും ഒപ്പം ഈ പോളിംഗ് ബൂത്തുകളിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചില ടാപ്പുകൾ ഒട്ടിച്ചുകൊണ്ട് ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ പേരും മറിച്ചുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും സംഘർഷത്തെ തുടർന്ന് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയില്ല എന്ന പരാതിയും ഉണ്ടായിരുന്നു. അവിടെ ഫാൾട്ട മണ്ഡലത്തിൽ ഈ മാസം 21-നാണ് റീപോളിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. ബാക്കി 293 മണ്ഡലങ്ങളിലും നാളെ വോട്ടെണ്ണൽ നടക്കും. ഒപ്പം അസമിലെ ചിത്രം പരിശോധിക്കുമ്പോൾ അവിടെ യാതൊരു തരത്തിലുമുള്ള അട്ടിമറിക്ക് സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഒപ്പം എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാണിക്കുന്നത്. BJP 100-നടുത്തു സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണ തുടർച്ച നേടും എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും വ്യക്തമാക്കിയത്. ഒപ്പം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. അസമിന്റെ മണ്ണിൽ ഒരു അട്ടിമറിയും നടക്കില്ല എന്നും NDA അല്ലെങ്കിൽ BJP വലിയ ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച നേടും എന്നാണ് BJPയുടെ വ്യക്തമായ ആത്മവിശ്വാസം. ഏതായാലും ബംഗാളിലും അസമിലും ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏറ്റവും ശ്രദ്ധാകേന്ദ്രം ബംഗാളാണ്. മായ. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. തമിഴ്നാട് ഇനി ആരു ഭരിക്കുമെന്നതിലും ആകാംക്ഷയാണ്. ഭരണ തുടർച്ച ഉറപ്പെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുമ്പോഴും വിജയുടെ TVK പിടിക്കുന്ന വോട്ടുകളാകും തമിഴ്നാട്ടിൽ നിർണായകമാവുക. അതിനാൽ തന്നെ കരുതലോടെ നീങ്ങുകയാണ് TVK. ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ മഹാബലിപുരത്തെ ഒരു റിസോർട്ടിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനായി 100-ലേറെ റൂമുകളാണ് TVK ബുക്ക് ചെയ്തത്. തമിഴ്നാട്ടിൽ തൂക്കുസഭയാകുമെന്ന് ചില എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു. 234 അംഗ നിയമസഭയിൽ 120 സീറ്റ് വരെ നേടി TVK അധികാരത്തിലെത്തും ാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചത്. സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് വിജയിയും. ജനങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ടെന്നും അഭിപ്രായ സർവേ ഫലങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്നും വിജയ് പ്രതികരിച്ചു.
LDF വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് തന്റെ ആഗ്രഹവും വിശ്വാസവുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭരണം കിട്ടുമെന്ന് തോന്നിയപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അടി തുടങ്ങി. VD സതീശനുമായി വഴക്കില്ല. അദ്ദേഹം കൊള്ളാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം വനവാസത്തിന് പോകരുതെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. BJP ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു എക്സിറ്റ് പോൾ എല്ലായിടത്തും എല്ലാ കാലത്തും ശരിയാണെന്നില്ല. ഇപ്പൊ തന്നെ അവർ ഓരോന്നും കണക്കുമൊക്കെ എല്ലാം ബിർമയിലാണ് എല്ലാം നിൽക്കുന്നത്. ഈ ബിർമ നിൽക്കുമ്പോൾ BJP എന്ന് പറഞ്ഞ വലിയൊരു ഘടകമെടുപ്പുണ്ട്. അവരെ പലരും കാണുന്നില്ല. അവരും കുറെ സീറ്റ് പിടിക്കും. അവരുടെ കണക്കിന് സീറ്റാണെങ്കിൽ 14 സീറ്റ് പിടിക്കണം. അതൊന്നും പിടിക്കാൻ പോകുന്നില്ല. അതല്ല അവർ അക്കൗണ്ട് തുറക്കും. പക്ഷെ എന്റെ കണക്ക് അനുസരിച്ച്, എന്റെ ചിന്ത അനുസരിച്ച്, എന്റെ മനസ്സരിച്ച്, എന്റെ മനസ്സിന്റെ ആഗ്രഹം അനുസരിച്ച് UDF അധികാരത്തിൽ വരുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. നല്ല രീതിയിലുള്ള മുന്നേറ്റമുണ്ടാകും. മലപ്പുറത്ത് 16-ൽ 16 സീറ്റ് കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 10 വർഷക്കാലത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും അവസാനം കുറിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു സുദിനമാണ്. ഈ ഗവൺമെന്റിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് ജനങ്ങൾ നൽകുന്ന പിന്തുണ അത് എത്രത്തോളം വലുതാണ് എന്ന് നാളെ പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു വലിയ സുദിനം തന്നെയാണ്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത്. A ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവിൽ വലിയ വിജയപ്രതീക്ഷയാണ് LDFന് ഉള്ളത്. ഞങ്ങൾ 100% വിജയം പ്രതീക്ഷിക്കുകയാണ്. കാരണം 2019-ലും 2021-ലും ഞങ്ങൾ തോക്കുമെന്നാണ് പലരും പറഞ്ഞത്. പക്ഷേ നല്ല ഭൂരിപക്ഷം നേടി വിജയിച്ചു. 2019-ൽ 14,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു. 2021-ൽ അത് വർദ്ധിപ്പിച്ച് 21,000 ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതിൽ കൂടുതൽ എത്തേണ്ടതാണ്. പക്ഷേ SIR മറ്റുമൊക്കെ വന്നത് കാരണം വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വന്നു. പോളിംഗ് ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു 15,000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് UDF വലിയൊരു മാർജിനിൽ വിജയിക്കുമെന്നും മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CP ജോൺ പറഞ്ഞു. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മാർജിനിൽ ജയിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അതൊരു അതിരുകടന്ന അവകാശവാദമല്ല. കാരണം പല പ്രാവശ്യം ജയിച്ചിട്ടുള്ളതാണ്. അപൂർവം തവണ ചെറിയ പരാജയം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കഴക്കൂട്ടത്ത് NDAയുടെ വിജയം ഉറപ്പെന്ന് V മുരളീധരൻ. എക്സിറ്റ് പോളുകളിൽ പൂർണ്ണ വിശ്വാസമില്ലെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടത്തിൽ തന്നെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. പോളിംഗിന് ശേഷവും ഞങ്ങളുടെ അതേ വിലയിരുത്തലിലാണ് പാർട്ടി ഘടകങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തുണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും. ഞങ്ങളുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഫീൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി ഘടകങ്ങൾ നൽകിയിട്ടുള്ള കണക്കുകൾ ഒത്തുനോക്കുമ്പോൾ ഏതാണ്ട് അതേ തീരും. എല്ലാ സർവേകളും UDF അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നതെന്നും ഇത്തവണ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടുകൾ ഉൾപ്പെടെ UDFന് ലഭിച്ചിട്ടുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഇതൊരു സർവേകൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യമാണ്. കേരളത്തിൽ 1977 ആവർത്തിച്ച് 111 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപാട് പ്രീ പോൾ സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊരു സർവേ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിട്ടില്ല. എല്ലാ സർവേകളും നിസ്സംശയം പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണ്. ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉറപ്പായി കഴിഞ്ഞു എന്ന് സകല സർവേകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പരുമലപ്പള്ളിയിൽ പ്രത്യേക കുർബാന. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വിശുദ്ധ കുർബാന നേർച്ചയായി നൽകി യൂത്ത് കോൺഗ്രസ് നേതാവ്. യൂത്ത് കോൺഗ്രസ് പള്ളിപ്പാട് മണ്ഡലം പ്രസിഡന്റ് സിജോ കുഞ്ഞാണ്ടിയാണ് പള്ളിയിൽ പ്രത്യേക കുർബാന അർപ്പിച്ചത്. രമേശ് ചെന്നിത്തലയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്നും ഇതിനുവേണ്ടിയാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചതെന്നും സിജോ കുഞ്ഞാണ്ടി പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടുമെന്ന് VK ശ്രീകണ്ഠൻ MP. ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകില്ല. മതേതര സ്വഭാവമുള്ള പാലക്കാട്ടുകാർ വർഗീയ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല. പാലക്കാട് UDFന് 12-ൽ 7 സീറ്റ് കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല ഭൂരിപക്ഷത്തിന് UDF പാലക്കാട് നിയോജകമണ്ഡലത്തിൽ വിജയിക്കും. തുടക്കത്തിൽ ചില ആശങ്കകളൊക്കെ പലരും പ്രകടിപ്പിച്ചെങ്കിലും
ആദ്യഘട്ടത്തിൽ തന്നെ മുന്നേറിയ രമേശ് പിഷാരടി അവസാന റൗണ്ടിലെത്തുമ്പോഴേക്കും കഴിഞ്ഞ ഭൂരിപക്ഷത്തിനോടൊപ്പം എത്തും. ബൈ ഇലക്ഷനിലുണ്ടായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിനടുത്ത് തന്നെ നല്ല കംഫർട്ടബിൾ മെജോറിറ്റിയിൽ തന്നെ പാലക്കാട് അസംബ്ലി മണ്ഡലം UDF നിലനിർത്തും. ക്രിമിനൽ കേസുകളിലെ പ്രതിയും കണ്ണൂർ സ്വദേശിയുമായ അർജുൻ ആയങ്കിയെയും സംഘത്തെയും കസ്റ്റഡിയിലെടുത്ത് കോതമംഗലം പോലീസ്. പുന്നേക്കാടുള്ള റിസോർട്ടിൽ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇവർ. 9 പേർ കൂടി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരും വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലാണ്. മരട് അനീഷിന്റെ കൂട്ടാളികളും കസ്റ്റഡിയിലായവരിലുണ്ട്. വോട്ടെണ്ണലിന്റെ തലേ ദിവസം ഇവർ ഒത്തുകൂടിയത് എന്തിനാണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആരുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. VD സതീശനായി വീണ്ടും ഫ്ലക്സ്. തൊടുപുഴ മാങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലാണ് വീണ്ടും ഫ്ലക്സ് ബോർഡ് വെച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന പോസ്റ്ററിലുണ്ട്. സതീശന്റെ മുഖചിത്രമുള്ള ത്രിവർണ്ണ പതാകയും പ്രദർശിപ്പിച്ചു. മാങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. ഫ്ലക്സ് സ്ഥാപിച്ചവരിൽ DCC ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടുന്നു. പത്തനംതിട്ടയിലും VD സതീശനായി ഫ്ലക്സ് ബോർഡ് ഉയർന്നു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി, നിലപാടുകളുടെ രാജകുമാരൻ സതീശൻ, കേരളത്തിന്റെ ഭാവി ഈ കൈകളിൽ സുരക്ഷിതം തുടങ്ങിയ കാര്യങ്ങളാണ് ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത്. VD സതീശന് പത്തനംതിട്ട ജില്ലയുടെ ആശംസകളെന്നും ഫ്ലക്സിൽ പറയുന്നു. ഹരിപ്പാട് കരുവാറ്റയിൽ VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് വെച്ചത്. ടീം UDF കരുവാറ്റ എന്ന പേരിലാണ് ഇന്നലെ രാത്രി ഫ്ലക്സ് സ്ഥാപിച്ചത്. ഇന്ന് രാവിലെയാണ് അത് നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ്. 6-ാം തീയതി വരെയാണ് മുന്നറിയിപ്പുള്ളത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ പരിധി വിട്ടാൽ ആക്രമണം വീണ്ടും തുടങ്ങുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന കരാറിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് തനിക്ക് അറിവുണ്ടെന്നും എന്നാൽ അതിന്റെ കൃത്യമായ രൂപരേഖയ്ക്കായി കാത്തിരിക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏത് സാഹസികതയെയും വിഡ്ഢിത്തത്തെയും നേരിടാൻ തങ്ങളുടെ സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തിരിച്ചടിച്ചു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെയാണ് പരീക്ഷ. രാജ്യത്താകെ 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരീക്ഷാ കേന്ദ്രത്തിൽ രാവിലെ 11 മണി മുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിരുന്നു. 1:30 കഴിഞ്ഞെത്തുന്നവരെ പ്രവേശിപ്പിക്കില്ല. വസ്ത്രധാരണത്തിൽ ഉൾപ്പെടെ കർശന മാർഗനിർദ്ദേശങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. IPLൽ മുംബൈ ഇന്ത്യൻസിനെതിരെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. മുംബൈ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 18.1 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 48 പന്തിൽ 67 റൺസുമായി പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ് ചെന്നൈയെ വിജയത്തിലേക്ക് നയിച്ചത്. കാർത്തിക് ശർമ്മ ഋതുരാജിന് നിർണായക പിന്തുണ നൽകി. ജയത്തോടെ ചെന്നൈ പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്കെത്തി. മുംബൈ 4 പോയിന്റുമായി 9-ാം സ്ഥാനത്ത് തുടരുന്നു. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക.